സാർ, സ്കൂൾ കുട്ടികളുടെ സൗജന്യ യൂണിഫോം വിതരണം ചെയ്യുന്നതിന് 155.34 കോടി രൂപ വെക്കുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 15.34 കോടി രൂപ അധികമാണ്. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിക്കായിട്ട് 50 കോടി രൂപ വെക്കുന്നു. കൈറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 38.50 കോടി രൂപ മാറ്റിവെക്കുന്നു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 75.2 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 52 കോടി രൂപ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ളതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയ്ക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു. സർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയായ CH മുഹമ്മദ് കോയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനത്തിന് 10 കോടി രൂപ മാറ്റിവെക്കുന്നു. SCERTയുടെ 2024-25 വർഷത്തെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 21 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിക്കുള്ള സംസ്ഥാന സർക്കാർ വിഹിതമായി 55 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന പദ്ധതിക്കായി 340 കോടി രൂപ വിനിയോഗിക്കുന്നതാണ്. കേന്ദ്ര വിഹിതമായി 510 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ സംസ്ഥാന പ്രൊജക്ട് ഡയറക്ടറേറ്റിനുള്ള സംസ്ഥാന സഹായമായി 14 കോടി വകയിരുത്തുന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണ ലഭ്യത ഉറപ്പാക്കുന്ന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 382.14 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 150 കോടി കേന്ദ്ര വിഹിതത്തിന് ആനുപാതികമായ സംസ്ഥാന വിഹിതവും 232.14 കോടി രൂപ മുട്ടയും പാലും നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വകയിരുത്തുന്ന തുകയുമാണ്. പദ്ധതിയുടെ കേന്ദ്ര വിഹിതമായി 225 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സാർ, എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഫണ്ട് ഒരു വിദ്യാർത്ഥിയെ ബിരുദാനന്തര ബിരുദം വരെ പഠിപ്പിക്കുന്നതിനായി സർക്കാർ ചെലവഴിക്കുന്നത് 25 ലക്ഷം രൂപയോളമാണ്. മികച്ച തൊഴിലുകൾ സമ്പാദിക്കാനും വിദേശത്തുൾപ്പെടെ പോയി ജോലി നേടുന്നതിനും സഹായകരമാകുന്ന ഈ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും തങ്ങൾ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകാൻ സന്നദ്ധ പ്രകടിപ്പിച്ച് ചിലരെങ്കിലും സർക്കാരിനെ സമീപിക്കാറുണ്ട്. ഇപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകാൻ സന്നദ്ധയുള്ളവരെ സർക്കാർ സ്വാഗതം ചെയ്യും. എല്ലാവരും സഹായിക്കുന്ന നമ്മുടെ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒരു ഫണ്ടായി ഇത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനായി ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനം ഏർപ്പെടുത്തും. ഫണ്ടിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് വിശദമായ രൂപം ഉണ്ടാക്കും. ഈ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനായി കൃത്യമായൊരു പദ്ധതി തയ്യാറാക്കും. ഇതിനുള്ള സീഡ് ഫണ്ടായി 5 കോടി രൂപ വകയിരുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 456.71 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് 16.5 കോടി രൂപ വകയിരുത്തുന്നു. കെയർ-റീപ്പ് എന്ന ഒരു പുതിയ പദ്ധതി, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ സാധ്യതകളെ സഹായിക്കാനുള്ള കെയർ-റീപ്പ് പദ്ധതി വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിൻ്റെ കേന്ദ്രങ്ങൾക്കായി 13.4 കോടി രൂപയാണ് വകയിരുത്തുന്നത്. ഈ കെയർ-റീപ്പിന് നൈപുണ്യ വികസനവും ഉറപ്പുവരുത്താനുള്ള വിവിധ പദ്ധതികൾക്ക് നടത്തുന്ന അസാപ്പിന് 35.1 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാർത്ഥികളുടെ മാനസികോല്ലാസം, മാനസികാരോഗ്യം, നൈപുണ്യ വികസനം, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കായി 15.7 കോടി രൂപ വകയിരുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം, ഗവേഷണം തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ റൂസയ്ക്ക് സംസ്ഥാന വിഹിതമായി 30 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര വിഹിതമായി 45 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്.